നമ്മൾ ബോട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. ഇത് നല്ലപോലെ വൃത്തിയാക്കി വിനാഗിരിയിൽ മുക്കി വെച്ചിട്ട് പോയിരിക്കുകയാണ് കുഞ്ഞാവ. ഇത് അന്നമ്മ പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. ഇത് 1 മണിക്കൂർ ഇങ്ങനെ വിനാഗിരി വെള്ളത്തിലിടും. ഉമ്മയുടെ മുഖം പിടിച്ചാൽ കഴുകി വിട്ട്, പക്ഷെ മണ്ണ് നോക്ക്. എല്ലാരും ചിന്തല്ല. അമ്മയോട് ആരാ പച്ചക്ക് തിന്നാൻ പറഞ്ഞേ? അണ്ണാണിയാ? അല്ലാണ്ട് ആരെ വിളിക്കാൻ? എന്തോന്നാണി വയ്യേ വയ്യേ ചിരിക്കുന്നേ? അണ്ണാണി മുത്തു പോവായിട്ട് അണ്ണാണി എന്താ പോയത്? വരുന്നത് മറ്റേ AC ബസ്സാ. അപ്പം അത് അതിന്റെ ഇന്റീരിയർ കാണിക്കാൻ വിളിച്ചത് തന്നെ. ഞാൻ ചെന്തോ വയ്യേ. അല്ല അണ്ണാണി മുത്തു പോവാന്ന്, അണ്ണാണി എന്താ വരാതെ എങ്ങനെ ശരിയാവുന്നേ? അണ്ണാണി ഉണ്ടായിരുന്നു ഇന്ന് മുത്തിനെ വിളിച്ച് നമുക്ക് പാചകം ചെയ്യത്തില്ലായിരുന്നോ? പോയോ? നാളെ 19-ാം തീയതി അല്ലേ? അതല്ലേ പറഞ്ഞ് നാളെയാ പോകുന്നതെന്ന്. എന്തുവാ ഏട്ടാ? ശരിക്കും വയ്യേ? അമ്മ ബാംഗ്ലൂരിലെ കാറ്റടിച്ചോ? അമ്മയുടെ കാര്യമൊക്കെ അമ്മ പറഞ്ഞുതരേ. അങ്ങനെ കുളിച്ച് മുടുക്കനായിട്ട് വന്നിരിക്കുന്നൊക്കെ. മുടി നോക്കി നഴ്സറി ഇപ്പം ഒരുക്കി വെച്ച പോലെ ഉണ്ട്. മീശ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. വെളുത്തുള്ളി ഇങ്ങനെ നമ്മൾ പൊളിക്കാണ്ട് ഇങ്ങനെ അടത്തി പറഞ്ഞത് വെളുത്തുള്ളി തൊലി കളയരുത്, തൊലി കളയാതിരുന്ന ടേസ്റ്റ് കൂടും എന്നാണ്. കഴിച്ച് നോക്കാം. സവാള ഇഞ്ചി ഒന്നും തൊലി കളയരുത്. ഇഞ്ചിയുടെ കളയണ്ട, ഇഞ്ചി കഴുകിയെടുക്കാൻ പറഞ്ഞു. ബാക്കിയത് നമുക്ക് പിന്നെ നമ്മൾ സാധാ പറയാം. നോക്കാം. കഴുകിയെടുത്താണ്, വൃത്തിയായിട്ട് കഴുകിയെടുത്താണ്, എന്നിട്ട് ചതയ്ക്കണം. അങ്ങനെ അന്നമ്മ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നമ്മ വിളിച്ച് പറയാറോ? നോക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ടോ 2 വാക്ക്. നീ തലയിൽ എണ്ണ വെച്ചോ? എണ്ണ വെച്ചാ അതല്ലേ പിരമിഡ് പോലെ പുറകെ നടന്ന് പിടിക്കുന്നത് എന്തിനാ? നിന്റെ പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനാ എനിക്കിഷ്ടം. ഇത് പറഞ്ഞിട്ട് പിൻഭാഗമാണല്ലോ. ആയ് അമ്മു നിനക്കൊന്ന് വെച്ച് നോക്കട്ടെ. നോക്കട്ടെ. പക്ഷെ ഒന്നുകൂടെ ചേരുന്ന കുഞ്ഞാവയ്ക്ക തമ്പനയിലിടാം. കണ്ണം വന്നായിരുന്നേ, കണ്ണനെ കൂടെ നോക്കാം. ഉഷേമ്മ പാത്രം കഴുകുന്നു. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഞാനാ. കണ്ടില്ല, ക്യാമറ കൊണ്ട് എവിടെയൊക്കെ പോണം. അവൻ പൂക്കിയായി, കണ്ണൻ പൂക്കിയാണ്. കൂടിയ പൂക്കിയ പോയ വഴി പോയോ? ഒരു വണ്ടി അരിക്കുന്നുണ്ടോ? അതോ മഴയാണോ അരിക്കുന്നത്? അതിലെ ഉണ്ടാക്കാം, ഞാൻ വെട്ടിത്തരാം. വെട്ടിയതാന്ന് തോന്നുന്നു. ഒരു ലോട്ടറി എടുത്തേന് ഇവിടെ കിടന്ന് ഇന്നസെന്റ് കളിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോവും, അത് ചെയ്യും, ഇത് ചെയ്യും. അല്ല, അടിച്ചു പൊളിക്കുന്ന അമ്മ എവിടെയെല്ലാം ട്രിപ്പ് പ്ലാൻ ചെയ്തെന്നറിയോ? സൊക്കെടുത്ത് ഇനി പോകുന്നുണ്ടോ? പിന്നെ എന്നെ അല്ലേ, പിന്നെ നമ്മളൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. എടുത്തോ കണ്ണ പറയണ്ട, അടിച്ചു പോനെ. കാമധേനു ഉണ്ട്. ഞങ്ങൾ കുറച്ച് മാതള വിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാം. എന്താണ് അക്കങ്ങളെല്ലാം ഉണ്ട്, പേടിക്കണ്ട. അടുത്ത അല്ല, എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പോകുന്നു. പൂജ ബമ്പർ എടുത്തിട്ടുണ്ടെന്ന് 22-ാം തീയതി. നീ മറന്നുപോയി, നീ വിഷയത്തിൽ നിന്ന് വിടുന്നു. ഇത് പൊളിക്ക് പൊളിച്ചോ?
ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതല്ല. ഇതിന്റെ സ്റ്റാൻഡ് ഇവിടെ ഇതോ അവിടെ ഡൈനിങ് ടേബിൾ. ഇവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചാണോ? കറക്റ്റ് സെൻറ്ററിലെ സാധനം ഞാൻ എടുത്ത് കളഞ്ഞാൽ മതി. കുറച്ചൊക്കെ അതേ കാണും. അതുകൊണ്ട് പൊമഗ്രാനൈറ്റ് ജ്യൂസ് അടിക്കാൻ പോകണം. കുറച്ച് നാരങ്ങ കുറക്കണം. കുഞ്ഞാവ് ജ്യൂസ് അടിക്കും. പുതിയ ഹെയർ സ്റ്റൈലാണ്. അതാ പറഞ്ഞേ ഒരിക്കൽ വിട്ട എന്താ ആ എനിക്ക് തന്നില്ലല്ലോ അത്. എല്ലായിടത്തും മഴയാ, ഇവിടെ മാത്രം ഇത്ര മഴ പെയ്യത്തുള്ളൂ. അയാടെ മഴ ആ മഴ. എന്താ ഞാൻ നീ ഉണ്ടാക്കുന്നേ? പറയടാ എന്താ ഇതെന്തുവാണ് ചായ ഇത്തിരി കുറഞ്ഞു ചായ സാധനമില്ല ചായ മാത്രമല്ല അഭിജയം തന്നില്ല അവരും നല്ലതും പൂജാലിനാണ്. നീ കൊണ്ടൊന്നും അല്ല പിന്നെ ഈ എടുത്തുള്ളി എടുത്തു വെക്കാം അല്ലേ ചിരിച്ചേ ഇന്ത്യയില്ല ചേട്ടനില്ല കലിപ്പിലാണ് ഇവിടെ എന്റെ ലോട്ടറി അടിച്ചില്ല അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് ഞാൻ അതുകൊണ്ട് വളരെ ആഗ്രഹിച്ചതാ. കണക്ക് കൂട്ടുകളായിരുന്നു എനിക്ക് അങ്ങനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടാവും? ആഗ്രഹിക്കുന്നവർക്കൊക്കെ കിട്ടുക പൊതുവാ പൊതു ഉണ്ടോ? ഞങ്ങൾക്ക് രണ്ടിനും ഓരോ നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷെ രണ്ടും അടിച്ചില്ലല്ലോ. പറയുവാണെങ്കിൽ പറയുമ്പളേ ഓ അതൊക്കെ പ്ലാൻ ചെയ്തായിരുന്നോ? നിങ്ങളെങ്ങോട്ട് ഗോവയ്ക്കോ? രാമേശ്വരം വഴി പോവാ. പൈസ ഇല്ലാത്തോണ്ട് ഞങ്ങൾ സ്ഥലം വിടാൻ വണ്ടിക്കൂലി അന്ന് വിടാം. നിർമ്മല പോണ ഇപ്പൊ ഒരു ടീമുണ്ട് കൂടെ. കാലത്തെ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞിനെല്ലാം കൊണ്ട് ആടിനെ കൊണ്ടുപോകണം എന്നാലും നിർമ്മലമ്മയുടെ ആട് ഒരു കുട്ടിയുള്ളൂ. നിർമ്മലമ്മ എത്ര കുട്ടികളെ പ്രതീക്ഷിച്ചു. ചെറിയ നാട്ടുകുട്ടിയാണ് ഇങ്ങനെ കിടക്കും അതല്ല അതെ ജമുനാപ്പേരി പട്ടിക്കുട്ടി. ഞാൻ ഇന്നലെ കണ്ട് ചെവി ഇങ്ങനെ കിടക്കും. പേരറിയത്തില്ല, നാടിന്റെ ആണ്. ആളുടെ പട്ടിക്കുട്ടിയുടെ ചെവി ഇങ്ങനത്തെ ഒരുപാട്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നേ കുഞ്ഞാവ് ഏതാണ്ട് ഉണ്ടാക്കി തരും. ഇതെന്താ അറിയുന്ന കൊടുത്തിരുന്നു. കുഞ്ഞാവ് ഏതാണ്ട് ഉണ്ടാക്കി തരും. തോരൻ വെക്കാൻ തോരൻ വെക്കാൻ ഇത് തോരൻ ഞാൻ തോരൻ വെക്കണം. തോരൻ വെക്കണം. ഓക്കെ. അങ്ങനെ ഉള്ളി പൊടി പൊടിയായിട്ട് അരിയുകയാണ്. വേറെയുള്ളവർ വേണോ? സംഭവം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഞാൻ അന്നമ്മ പറഞ്ഞു ചതച്ചിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അന്നമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. അന്നമ്മ പറഞ്ഞു നമ്മളെക്കാൾ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ എക്സ്പീരിയൻസ് അന്നമ്മയ്ക്കാണല്ലോ കൂടുതൽ. നമ്മളത് കേൾക്കണമല്ലോ. കേൾക്കണം. അതുകൊണ്ട്
അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മുളക്, വെണ്ടയ്ക്ക, പിന്നെന്താ നമ്മുടെ കിടു, സുന്ദരൻ കിടു. കിടു വിളവല്ല, വിളച്ചിലാ. കിടു വിളഞ്ഞിട്ടില്ല, വിളച്ചിലാന്ന്. വഴുതനങ്ങ, പാവയ്ക്ക, പയർ, ഇത്രയും പടവലങ്ങ പറഞ്ഞു. ഇത്രയും. ഇത് മാത്രമല്ല, ഈ സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് കറി നാരങ്ങയും കൂടെ ഉണ്ട്. ഇത് വെള്ള കളറിൽ അച്ചാറിട്ട അടിപൊളിയാണ്. അവൻ നിക്കത്തില്ല കേട്ടോ, ഭയങ്കര ബലം അവന്. കാണുമ്പോ അങ്ങനെ ഇരുന്നാലും അവന്റെ മോനെ അഴുക്കാടാ, അഴുക്ക്. അതാ ഞാൻ കൂട്ടി വെള്ളം ഒഴിച്ചോ? ഞാൻ കുളിപ്പിക്കും അവന് വിളച്ചില്. ഇപ്പൊ എന്താ പറ്റി? അവൻ്റെ ആകാരം തീർന്നല്ല. മഴയത്ത് താറാവും കൂട് കഴുകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിയാനിയമ്മ, വെള്ളച്ചാട്ടം കാണണമെങ്കിൽ ഇപ്പം മറഞ്ഞിരിക്കുന്നുണ്ട. കണ്ട, അടുത്ത് ചെല്ലുമ്പോൾ എന്നാ വലിയ വെള്ളച്ചാട്ടാ. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ചേമ്പ് ഷോപ്പിങ്. പറമ്പിൽ നിന്നുള്ള ചേമ്പ് മാന്താൻ പോവാ. നന്ദുട്ടാ, എന്താ കഴിക്കുന്നേ? ചോറാണോ? ചോറ് കഴിക്കണോ? കണ്ണനെ കണ്ടിട്ടാ ഈ തെങ്ങ് ആവശ്യത്തിന് വാങ്ങിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, അതിനുണ്ട് അല്ലേ? എന്താണ് അവിടെ സാറില്ലേ പുരപ്പുറത്ത്? ഇതാ മുന്തിരി പറിക്കുന്ന. ചേമ്പ് മുകളിലല്ലേ? ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനെ ശരിയാക്കേണ്ട സമയം കഴിയും. എന്തെങ്കിലും കർമ്മം ചെയ്യണമല്ലോ. മോളെ, ഇത് നെറ്റിലൊന്നിട്ടിട്ട് അല്ല, ഇതിൻ്റെ മണ്ണിൽ കണ്ടോ, ഇതങ്ങനെ ചുരുങ്ങാൻ പാടില്ല. കണ്ട മൈലപ്രായിൽ ആ സാമിൻ്റെ ലാവൊക്കെ കായ്ക്ക് കിടക്കണല്ലേ? അതെന്തോ സംതിങ് ഉണ്ടല്ലേ, ആ പേര് വെട്ടിക്കളയണം. ഇതിനൊന്നിൽ വളക്കൂടുതൽ, വളക്കുറവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളം കൂടുതൽ എന്തെങ്കിലും ഇച്ചിരി കുമ്മായി ഇട്ട് കൊടുത്താൽ ശരിയാകുമെന്ന് തോന്നുന്നു, എൻ്റെ ഒരു അനുഭവത്തിൽ. എന്തോ അല്ലെങ്കിൽ ജനുസായിട്ടത് മോശമാണ്. അങ്ങനെ വളർത്തിയിട്ട് പിന്നെ കാര്യമില്ല. മുള്ളക്കൊക്കെ ഉണ്ട്. എന്നാൽ മറ്റു പ്ലാവുകൾക്കൊന്നും ഇല്ലത്. അതിനൊന്നുമില്ല അല്ലേ? അല്ല, പാവയ്ക്ക തീയിൽ വെക്കാം. തേങ്ങ വറുത്തരച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാം. എൻ്റെ കോമ്പിനേഷൻ വറുത്തരച്ച് പാവയ്ക്കറി ഉഷമ ഉണ്ടാക്കും. നമ്മൾ അങ്ങനെ വലിച്ചു പറിക്കില്ല. അതിൻ്റെ വള്ളി കവറൊന്നും നോക്കണ്ട. കവറിൽ നിന്ന് പൊട്ടിച്ച് വിട്ടേക്കണ മാത്രം നോക്കാം. എന്നാ എത്രണ്ണമായി? എൻ്റെ ദൈവമേ, അതിൻ്റെ കുടുംബത്തോട് പറിക്കും. ഇതിൻ്റെ വള്ളി പോയി, ഫ്രണ്ടിലേക്കുള്ള വള്ളി പോയി. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ആ മൊത്തമാണ്. എന്നാലും ചുമ്മാ ബർത്താ കിടക്കായിരുന്നു. സ്ലീപ്പർ കോച്ചായിരുന്നു. ട്രെയിനല്ല, ബസ്സിന്. വെറും സ്ലീപ്പർ മാത്രമുള്ളൊരു ബസ്. ഓ, അത് വേറെ കാര്യം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ബസ് വന്നേ. അങ്ങോട്ട് വരുന്നില്ല. പരീക്ഷ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സിറ്റിയും ഇറങ്ങി. ഏത് കുഞ്ഞിന്റെ പരീക്ഷ? വലിയ കുഞ്ഞിന്റെ പരീക്ഷ. നീ ഏതാ?
പേരക്കല്ലേ അത്? ആ കായ ഇതെന്താ എന്ത് പഴമാണത്? ചേച്ചി ഇത് പഴുത്തിട്ടൊന്നുമില്ല, ഫ്രൂട്ട്സ് ആണ്. ഇതേ ഫ്രൂട്ട്സ് ഉണ്ടായി. അതില് മറ്റേ പാൽ മറ്റേ അത് അതെനിക്ക് തോന്നണ്ടല്ലോ, പഴുത്ത് കഴിഞ്ഞാലേ മാറുള്ളൂ. അബിയു പോലെ തന്നെ ആയിരിക്കും അത്. പഴുക്കട്ടെ, ഇത് പച്ചയാകുമ്പോൾ അതിൻ്റെ ഇതേ ഉള്ളൂ. നല്ല ഇത്രയും കായ്ച്ചല്ലോ, 2 വർഷത്തിനുള്ളിൽ കായ്ച്ചല്ലോ, വളമൊക്കെ ഇട്ടിട്ടാ. ബാക്കി ഞാൻ നോക്കാം, എന്താ വേണം നോക്കാം. ദീപ്തി പറഞ്ഞു ഇതെന്തോ ഇലയാണെന്നോ ഏതാണ്ട് പറഞ്ഞു, അതുപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഇതല്ല, ഇതിന് വേറെ ടൈപ്പ്. പച്ചക്ക് അടിച്ച് ഇത് അബിയു പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തുവാന്നറിയോ? സ്റ്റാറാപ്പിള. കപ്പയ്ക്ക് വെള്ളം വെട്ടി കഴിഞ്ഞ് വിളഞ്ഞ സാധനങ്ങളൊക്കെ എങ്ങോട്ടങ്ങ് വെട്ടി മാറ്റി. അത് കഴിഞ്ഞ് അടുത്ത വർഷം കിളുത്ത് വരും. അങ്ങനെ മണ്ണ് കൊടുക്കാം. അതേ പറ്റി ഇതെന്തോ നമ്മളെ ദിവസമാണ്. ഇത് ഞാവല. ഓ, ഞാനാണോ? അച്ചാച്ചാറാണ്. അച്ചാച്ചേറും ഇങ്ങനെയല്ലല്ലോ. അവിടെയുണ്ട്. മണ്ണിന്റെ പുറത്ത് വരുന്ന പച്ചയല്ലേ. കാച്ചിലല്ലേ അത്? അടിച്ചതാ മൊത്തം കൊണ്ടുപോയത്. എല്ലാ എലി തിന്നു. ഒരു മൂട് കാച്ചിലിന്റെ അവസ്ഥ നോക്കി മണ്ണിന്റെ അടിയിൽ കൂടെ വന്ന് എലി തിന്നേക്കുന്നു. എന്നാലും നമുക്കുള്ള വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്ത വർഷം കിളുത്ത് കയറും. ഇത് നമുക്ക് ഇത്രയോ കിട്ടിയിട്ടുള്ളൂ. ഇത് വലിയ തിന്ന അതും കിളുത്തോളൂ. അടുത്ത വർഷം എലി വെച്ചിട്ടുണ്ട്. ആ 2 എണ്ണം അവിടെ ഇരിക്കും. നമുക്ക് പിന്നെ അത് ഇന്ന് തന്നെ എലി എടുത്തോളൂ. ബാപ്പാ ചേമ്പ് ഇത് മതിയോ? അവിടെ ഉണ്ട് അപ്പുറത്താണ്. നമ്മളൊക്കെ തിന്നുന്ന വാല് വാട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. കളയാത്ത കപ്പയുണ്ടല്ലോ. ഓൾറെഡി ഒരു പൈപ്പുണ്ട്. നിങ്ങൾ നാളത്തെ പണിയാണ്. ടൈലൊക്കെ പിന്നീട് ഇവളുമാരെ തല്ലി പിടിക്കാൻ കടി ഉണ്ടാക്കാത്തവരെ എല്ലാവരും കൂട്ടി. എനിക്ക് തോന്നി നടക്കുന്നതല്ല, കല്ലുവിൻ്റെ പിള്ളേരോടെ ഉണ്ട് ഇവളുമാർക്ക് വൈരാഗ്യം. അവന്മാർ 3 പേരും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലേ പ്രശ്നം. കിടുവിന് ഇന്ന് ഇവിടെ പടയില്ലെന്ന് പറഞ്ഞു. ആ വാഴക്കട മുടിയാതെ കിടുവില്ലാതെ കല്ലിനല്ല കിടുവിന്. ഇത് പിന്നെ തന്നെ പറയാം. താഴെ ഒന്നും ഒടിഞ്ഞിട്ടുണ്ട്. ആണ് പുതിയ പട്ടിക്കൂട് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി ആരുണ്ട്? അച്ചാച്ചൻ്റെ പിള്ളേരെല്ലാം ഇനി വന്നേ. പഠിക്കാൻ
ചോട്ട് ഇന്ത്യൻ എൻ്റെ കല്ലൂരിൻ്റെ പിള്ളേരെ കൂട്ടിയിട്ട് ഏത് ഏത് അത് കൊള്ളത്തില്ല അത് കഴിക്കും രണ്ടിന് നല്ല കറക്റ്റ് വാഴക്കൂമ്പ അത് ഒടിച്ചിടാൻ അതുകൊണ്ട് ആ താഴെ നമ്മുടെ മുറിയിൽ നിന്ന് തോട്ടിയിരിപ്പുണ്ട് അവിടെ സൈഡിൽ അതിഞ്ഞെടുത്തുണ്ട് ഞാൻ വെട്ടി അതാക്കാം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേനയും കാന്താരി ചമ്മന്തിയും തിന്നുന്ന ഹസ്കിയാണ്. അത് ഞാനല്ല ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കഷ്ണം ചമ്മന്തി ഇല്ലാണ്ടതാ മുറിച്ചതാ. ചേനയാണേ. എൻ്റെ പാത്തുപോയി അങ്ങോട്ടേക്ക് പോയി മുഖം നോക്കൂ. ഞാൻ മൂക്ക് വേണം അവൾ ഒത്തിരി ഇരുന്ന് മൂക്ക് തന്നില്ലെന്നുള്ള വിഷമം തിന്നു ഞാന പോരാ അവള് തിന്നു. നിനക്ക് വേണ്ടല്ലോ പിന്നെന്താ ഉമ്മേ. ഞങ്ങളിവിടെ ഓരോ സാധനമായിട്ട് അഴിച്ച് പണിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂലവിടെ, സാധനങ്ങളിവിടെ, എന്നെ നോക്കി ചൂലവിടെ നല്ല ചൂല് താഴെ, തുണിയൊക്കെ പെറുക്കി മാറ്റി. പുത്തശ്ശേട്ടി ഇട്ട അതിന്റെ ഇടയ്ക്ക് പോയി. ഈ മഞ്ഞ മാമനെ കാണിച്ചു കൊടുക്കടാ. അത് പേരെഴുതിയത്. അഭിനയിക്കല്ലേ ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത ചന്ദനമഴ 2 വിടാനാ. വെറുതെ നിന്ന് കീറുമല്ലേ രമണിക്കുടു അമൃതക്കുടു രമണിക്കുടുവേ. അഭിയു കാരണം ഞങ്ങക്ക് സമാധാനമില്ല. എന്തിയേ ഒന്ന് കണ്ടോ അഭിയു 2 ഇതെല്ലാം അണ്ണാണി ഇല്ലാത്തപ്പോ ഞാൻ പറിച്ചു തിന്നു. കണ്ടു പുറകെ 4 ഉണ്ടോ? അണ്ണാണി അത് പഴുത്തോട്ടണ്ണാണി 4 5 ഉണ്ടോ? അണ്ണാണി പഴുപ്പിക്കാൻ നോക്കിട്ട് തിന്നുന്നതിനല്ല എനിക്ക് നിക്കുന്ന കാണാൻ. ഞങ്ങൾ തിന്നോളാം. ഞങ്ങൾക്ക് തിന്നുന്നതാ ഇഷ്ടം. എന്തോ അണ്ണാണി അഭിയു അല്ലേ അതാവട്ടെ. തണ്ണി ഇത് കാണിച്ചു തരാം ഞാൻ. നാരങ്ങ. എടാ പപ്പിച്ചെറുക്ക അപ്പനെ ഇങ്ങോട്ട് വന്നേ. പാപ്പിച്ചെറുക്കൻ ഇനി വന്നേ. പാപ്പിച്ചെറുക്കോ അയ്യോ അയ്യോ ഇവനിങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എണീറ്റ് നിന്നോളെ. ഓ എടാ ബല കാടാ നിനക്ക്. കടാന്ന് വിളിച്ച് അമ്മേ ഞാനല്ല അവനാ വിളിച്ചേ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പ്ലാമഴ അടിച്ച് തകർത്തോണ്ടിരിക്കുകയാണ്. നല്ല രാത്രിയായിട്ടുണ്ട്. മഴ കാരണം ഇടി മുഴങ്ങുന്നതും ഒക്കെ കാരണം നമുക്ക് ഇടി മുഴങ്ങുന്നു. ഉറങ്ങാനൊരു ടെൻഷൻ. വാർത്തയിലൊക്കെ നമ്മൾ കാണുന്നില്ല ഓരോരുത്തരത്ത് ഓരോ അപകടങ്ങൾ. അപ്പോൾ ഈ നല്ല മഴ കാരണം നമ്മൾ വിചാരിച്ചെന്നാൽ കുറച്ച് നേരം എല്ലാവർക്കും കൂടി ഇരുന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ കപ്സ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൈസും കാര്യമെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അജിതയുടെ ഗ്യാസ് തീർന്നിട്ട് കണ്ണൻ ഗ്യാസ് എടുക്കാൻ പോയി. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അവർ ഉറങ്ങിയെന്ന് തോന്നും. പിന്നെ അനക്കമൊന്നും കാണുന്നില്ല. പിന്നെ അണ്ണാണി അമ്മും കറങ്ങാൻ പോയേക്കുന്നു. അവരും ഇപ്പോൾ വരും. മുട്ടയൊക്കെ കൊടുക്കാൻ പോയതാണ്. കുഞ്ഞാവുണ്ട്. കുഞ്ഞാവ് ഇത്ര നേരം തീക്കനലൊക്കെ സെറ്റ് ചെയ്യുവാണ്. അച്ചാച്ചി പോത്തിൻ്റെ അടുത്ത് പോയി ഒന്ന് നോക്കാൻ പോയതാണ്. ഭയങ്കര മഴയല്ലേ. ഇടയ്ക്ക് എന്തിയെ പോത്തും പശു എന്നൊക്കെ നോക്കാൻ വേണ്ടി ഫാമിലോട്ട് കയറിപ്പോയി. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അപ്പോൾ കിടു താഴെയുണ്ട്. കിടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അമ്മുമൊക്കെ വന്നിട്ടേ കിടുവിനെ കൊണ്ടുവരുന്നുള്ളൂ. അവനില്ല എല്ലാം കൂടെ അടങ്ങിയിരിക്കത്തില്ല. അവനും വരട്ടെ. അപ്പം അവരൂടെ വന്നിട്ട് ഇരിക്കാം. നല്ല മഴയും തീക്കനലിൻ്റെ ചൂടും. കനലിവിടെ സെറ്റായി. ഗ്രില്ലിപ്പോൾ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ കോഴി എത്തിയിരിക്കുന്നു. കനലിലിരുന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആവട്ടെ. ദർശനേ എനിക്ക് കൂട്ടിനിപ്പോൾ ദർശനം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓരോ വഴിക്ക് പോയി. ഞാനിങ്ങനെ മഴയത്ത് തീ കാഞ്ഞുകൊണ്ട് പതുക്കെ ഇരിക്കുന്നു. ദീപാവലിയുടെ പടക്കങ്ങൾ പലയിടത്തും പൊട്ടുന്നുണ്ട്. നമ്മളവിടെ പടക്കം പൊട്ടിക്കത്തില്ല. ഒന്ന് പിള്ളേർക്കൊക്കെ സന്തോഷമാണെങ്കിലും നമ്മുടെ പട്ടിക്കും കോഴിക്കും ഒക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മൾ
പടക്കം പൊട്ടിക്കലില്ല. ടോക്കൺ നമ്പർ 1 ഇവിടെ എത്തിയിരിക്കുകയാണ്. അറിയുന്ന പോലും ഇല്ല. ഈ നമ്മുടെ കോഴി കിടു ഇപ്പം കയറി വരും. തിരിച്ചു വന്നു. കിടു വേണ്ട, മേത്താവും മേത്താവും. അവിടെ ഇരുന്നോ. ഇന്ന് കറക്റ്റ് കണ്ടല്ല. ഡിസംബർ ജനുവരിയിലുണ്ടല്ലോ ഇതുപോലെ തണുപ്പത്തിരുന്ന് പതുക്കിനെ ഈ സൈഡിങ് ചെയ്യണം. മുമ്പ് നല്ല മഴയായിരുന്നു. കഴിച്ചു വെച്ച് പിന്നെ പിന്നെ അകത്ത് ഒരാളെ കാണത്തേ ഇല്ലേ കേട്ടോ. കിടുവിനെ കാണാനേ ഇല്ലേ. നമ്മളോർക്ക് കിടു ഇവിടെ ഇല്ലെന്നേ. അപ്പം നോക്കുമ്പോഴത്തെ കള്ളച്ചിരി ചോദിച്ചേ. എങ്ങനെ കള്ളച്ചിരി നല്ല കാണല്ലേ. ഉഷമ്മ എന്താ കൊണ്ടുവരുന്നേ? ഇതിന് പിന്നെ ഉറക്കമൊന്നുമില്ല. എല്ലാവരും കിടന്ന് ഉറങ്ങി. അവര് നേരത്തെ തൊട്ടുള്ള കാട്ടിലുള്ള ശീലം. അവര് 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങും. 7 മണിയൊക്കെ കഴിഞ്ഞ് 8 മണിയൊക്കെ കഴിഞ്ഞ് 9 മണിയൊക്കെ കഴിഞ്ഞു. അപ്പന്റെ സോപ്പിട്ട് തുടങ്ങി. അവിടെ പോണ്ട 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 പോണ്ട, തെറ്റിക്കിടക്ക അവിടെ. ചെരുപ്പില്ലാണ്ടോ കയറി വന്നേ? എനിക്കറിയത്തില്ല പേപ്പടത്തില്ലേ. ആ പിന്നെ ബിരിയാണി ചോറുണ്ടാക്കിയില്ലേ, അത് വാരി കൊടുത്തു. നല്ലോണം കഴിച്ചത്. അതും മക്കൊക്കെ പായസം 2 ഗ്ലാസ് കുടിച്ചായിരുന്നു. പായസവും കുടിച്ചത്. കുറച്ച് അപ്പുറത്തേക്ക് നിന്നോ. കാരണം നിന്റെ അപ്പനും ഒന്നും പോയിട്ട് എന്താണ് വരാത്തേ? പഴത്തലി എടുക്കാൻ പോയതാ. ആർക്കാ പഴത്തലി? അച്ഛ ഇപ്പൊ പഴത്തലിയാണോ തിന്നുന്നത്? ഈച്ചയോ? അതിനാണോ ഈച്ച ഇരുത്താനാണോ പഴത്തലി എടുത്തോണ്ട് വരുന്നത്? നമുക്ക് അവര് വരുമ്പോ വഴക്കുറ. എപ്പോ പോയതല്ലേ? 2 മണിക്കൂർ മുന്നേ പോയതാ. അതെ, രാവിലെ സ്കൂളിൽ പോണോന്നുള്ള വിചാരം അവർക്കില്ല. ആരുടെ കൂടെ കിടക്കുന്നേ? രാത്രി സ്വപ്നം കണ്ടു കിടന്ന് കരയോ? ഇന്നലെ നീ എന്ത് സ്വപ്നാണ് കണ്ടേ? എന്തിനാ കരഞ്ഞ രാത്രി? ഇന്ന് കരഞ്ഞ നേരത്തെ മുറ്റത്ത് വെക്കും. കണ്ണു തുറക്കടാന്ന് പറഞ്ഞത്. എവിടെ കണ്ണു തുറക്കാൻ? അതെന്താ കണ്ണു തുറക്കരുന്നേ? കണ്ണു തുറക്കാണ്ടങ്ങ് കരഞ്ഞോളുവാ. അമ്മൂനെ ഞാൻ അമ്മൂന്റെ അടുത്ത് കൊണ്ടുവരട്ടെ. എനിക്ക് അപ്പയുടെ കൂടെ കിടന്നാ മതിയേ അപ്പയെന്നും പറഞ്ഞോണ്ട്. എന്തൊക്കെയോ എണീറ്റിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളാ, സ്കൂളിലെ കാര്യങ്ങളാ പോകുന്നു. രാത്രി നമ്മൾ ആരോടെ കിടക്കും? അല്ല, അപ്പ ആരോടെ കിടക്കും? അപ്പൊ നീ എവിടെ കിടക്കും? അവൻ എൻ്റെ കൂടെ, ഞാൻ മാമൻ്റെ കൂടെ. കഴിക്കാനാണല്ലോ അത്. എങ്ങനെയുണ്ട് കിടു? എങ്ങനെയുണ്ട്? സൂപ്പറാണോ?
സൂപ്പറാണോ? സൂപ്പറാന്ന് പറ. ഈ സൈഡ് അങ്ങനെ വെക്കാം. കുറച്ച് കമ്പിത്തിരി പൂത്തിരി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട്. കൈ കഴുകിട്ടോ, കൈ കഴുകിട്ടോ. ചേട്ടാ ഇപ്പൊ കത്തിക്കണ്ട, കഴിച്ചിട്ടല്ലേ ഇതിനകത്ത്. അല്ല പുക, അത്രയും പുക ഇതിനകത്ത് കയറും. സ്റ്റീലിൻ്റെയോ സോപ്പ് എന്താ പറയുന്നത്? ഇത്രയും നേരം നേരം കയ്യിൽ കൊഞ്ചിക്കണ്ട. ഞാൻ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് വാ. അതിന്റെ കനല് ദേവിയൊരു ചിലപ്പതികാരം പോയി ചാടരുത്. കൊട്ടാരത്തിൽ കയറാൻ വേണ്ടിയുള്ള ഓരോരോ കേക്ക് കൊടുത്തോ? മാമന്റെ ബർത്ത്ഡേ നിനക്ക് മുറിക്കണോ? ആണോ? എനിക്കിവിടെ എനിക്കും കാലം ഇഷ്ടം, അപ്പയ്ക്കും കാലം ഇഷ്ടം, അമ്മൂനും കാലം ഇഷ്ടം. അപ്പോഴോ ഇവര് കൈ കഴുകിയായിരുന്നോ? കാരണം ഏറ്റവും ഒപ്പിടേണ്ട സംഭവം ഉണ്ട്. എന്താ അറിയോ, ഇത് സ്ലോ മോഷൻ എടുക്കണം. വീഡിയോ എടുക്കണ്ട കേട്ടോ. അച്ചാച്ചി കറിച്ചിരി വന്നു. എന്നാടാ? അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കട്ടെ. ഓ ഡ്രോൺ വ്യൂ ഇട് പറ. പകുതി ചിക്കൻ വായില. അതിപ്പോ അപ്പം ശരി, ഞങ്ങൾ ഇട്ട് പറ, ബൈ പറ. കാലാണോ കയ്യില്? അവന്റെ അത് നല്ല ഓട്ടമായിട്ടുണ്ടോ? ഒച്ചയുള്ള പടക്കം പൊട്ടിക്കത്തില്ല. ഈ ഒരെണ്ണം കീച്ചിക്ക്. എനിക്ക് വേണം തീപ്പൊരി. എനിക്ക് എന്താ ഇത്? ചെറിയ ഐറ്റംസ് എനിക്കുണ്ടോ? അങ്ങനെ ഞങ്ങൾ വിളക്ക് കത്തിച്ചു. പല കളറിലെ വിളക്ക്.